യുവാവാവട്ടെ പെൺകുട്ടി അവനെ പിന്തുടരുകയാണെന്ന് കരുതി തെറ്റിദ്ധരിച്ചതായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പെൺകുട്ടിക്ക് താമസിക്കാനായി ഒരിടവും അതുപോലെ അവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വസ്ത്രങ്ങളും വാങ്ങിച്ചു നൽകിയിരുന്നു. പെൺകുട്ടിയുടെ മുത്തശ്ശിയാവട്ടെ താൽക്കാലികമായി യുവാവിന്റെ ഷോപ്പിൽ തന്നെ താമസിക്കാനായി പറയുന്നുണ്ട്. എന്നാൽ യുവാവിന്റെ രണ്ട് സഹോദരന്മാരും അത് എതിർക്കുന്നുണ്ട്. യുവാവ് വരുന്നതിന് മുമ്പ് തന്നെ അവിടം വിട്ട് പെട്ടെന്ന് തന്നെ പൊക്കോളാൻ അവരിരുവരും അവളോട് പറയുന്നുണ്ട്. പെൺകുട്ടി യുവാവിന്റെ ഷോപ്പിൽ താമസിക്കാൻ അയാൾ ഒരിക്കലും അനുവദിക്കില്ല എന്നാണ് സഹോദരന്മാർ കരുതിയിരുന്നത്. എന്നാൽ ഈ സമയത്ത് യുവാവ് അങ്ങോട്ടേക്ക് വരികയും അവന്റെ മുറിയിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോകുന്നുമുണ്ട്. യുവാവ് അവളുടെ അടുത്ത് പറയുന്നുണ്ട് അവൾ അവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്ന കാലത്തോളം അവൾക്ക് തന്റെ ഷോപ്പില് സ്വാതന്ത്ര്യത്തോടെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാമെന്ന് പറഞ്ഞിട്ട് യുവാവ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് യുവാവ് വരച്ച ചിത്രശലഭത്തിന്റെ ഒരു ചിത്രം പെൺകുട്ടിയുടെ കണ്ണിൽ പെടുന്നു. ഉടനടി തന്നെ കുറച്ച് പൂക്കൾ കൂടി പെൺകുട്ടി അതിന്റെ കൂടെ വരയ്ക്കുന്നു. ആ സമയത്ത് തന്നെ യുവാവ് അങ്ങോട്ടേക്ക് വരുന്നു. പെൺകുട്ടി പെട്ടെന്ന് തന്നെ പരിഭ്രാന്തിയിലാവുന്നുണ്ട്. അവന് ദോഷകരമായി സംഭവിക്കുന്ന രീതിയിൽ ഒന്നും അവള് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും യുവാവ് ആവട്ടെ ആ ചിത്രം അവളുടെ പക്കൽ നിന്ന് ദേഷ്യത്തോടെ വലിച്ചു വാങ്ങുന്നു. യുവാവ് തന്നോട് വളരെയധികം ദേഷ്യത്തിലാണെന്ന് മനസ്സിലാക്കി പെൺകുട്ടിക്ക് വല്ലാതെ പേടി തോന്നുന്നുണ്ട്. അവൾ അവനോട് ക്ഷമാപണം നടത്തിയിട്ട് ഉടനടി തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. എന്നാൽ ഉച്ച കഴിഞ്ഞ് പെൺകുട്ടി സ്കൂൾ ഗേറ്റിനടുത്തേക്ക് വന്നപ്പോഴാവട്ടെ യുവാവ് അവളെ പിക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവന്റെ ചിത്രത്തിൽ വരച്ചത് കൊണ്ട് തന്നെ ആ ദേഷ്യത്തിന് തന്നെ ഉപദ്രവിക്കാനായി ഇങ്ങോട്ടേക്ക് വന്നതായിരിക്കുമോ എന്ന് പെൺകുട്ടി പരിഭ്രാന്തയാവുന്നുണ്ട്. പേടിയോടെ തന്നെയാണ് പെൺകുട്ടി അവനൊപ്പം വണ്ടിയിലേക്ക് കയറിയിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായ ആ യുവാവട്ടെ അവളോട് ക്ഷമ പറയുന്നു. ഒരു കൊച്ചുകുട്ടീനെ തലോടുന്ന പോലെ അവളെ തലോടിയിട്ട് അവൻ പറയുന്നുണ്ട് ഒരു കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന ചിത്രമായിരുന്നു അത്. നിന്റെ ചിത്രം കസ്റ്റമറിനെ ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയാണ് താൻ ദേഷ്യപ്പെട്ടത്. പക്ഷേ അവളുടെ ചിത്രം കസ്റ്റമറിന് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് യുവാവ് പറയുന്നു. അത് മാത്രമല്ല അവൾക്ക് നന്നായി തന്നെ ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ടെന്നും പറഞ്ഞ് യുവാവ് അവളെ പ്രശംസിക്കുന്നു. ഇത് കേട്ട പെൺകുട്ടിയുടെ ഹൃദയം സന്തോഷത്താൽ നിറയുന്നു. അങ്ങനെ അവനോടുള്ള പേടി പെൺകുട്ടിക്ക് മാറുന്നുണ്ട്. അങ്ങനെ പെൺകുട്ടിയെ വീട്ടിലേക്കാക്കിയിട്ട് യുവാവ് അവിടെ നിന്ന് പോകുന്നു. അവൾ പടിക്കെട്ട് കയറി ഇറങ്ങുമ്പോൾ അവളുടെ അച്ഛനാവട്ടെ ഒരു വടി കൊണ്ട് അവളുടെ കാലിൽ അടിച്ചു വീഴ്ത്തുന്നു. അവളുടെ അച്ഛനാവട്ടെ രണ്ടാനമ്മയുടെ മകൾക്ക് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി ഒരു ഹൃദയം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അയാളാവട്ടെ സ്വന്തം മകളുടെ ഹൃദയം തന്നെ ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പെൺകുട്ടിയെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ അയാളാവട്ടെ രണ്ട് ഗുണ്ടകളെയും ഏർപ്പാടാക്കിയിരുന്നു. എന്നാൽ മുകളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ യുവാവ് പോകുന്നതിന് മുമ്പായി കേട്ടിരുന്നു. പെൺകുട്ടിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്ന് യുവാവിന് സംശയം തോന്നുന്നു. അതുകൊണ്ട് തന്നെ യുവാവ് പടിക്കെട്ടുകൾ കയറി ഉടനെ മുകളിലേക്ക് വരുന്നുണ്ട്. പെൺകുട്ടിയെ ആക്രമിക്കാനായി എത്തിയവരെ യുവാവ് കാണുന്നുണ്ട്. ഉടനടി തന്നെ പെൺകുട്ടിയുടെ അച്ഛന്റെ കഴുത്തിനയാൾ കുത്തിപ്പിടിച്ച് പുറത്തേക്ക് തള്ളിവിടുന്നുണ്ട്.